CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാമാണ് നമ്മോടൊപ്പമുള്ളത്. സർ, ഈ പോലീസ് മർദ്ദനത്തിൽ SI ജിനു ഉൾപ്പെടെ 3 പോലീസുകാരെയാണ് ഇപ്പോൾ DIG സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ സസ്പെൻഷൻ കൊണ്ട് തങ്ങൾ തൃപ്തരല്ല, മറ്റ് നിയമ നടപടികളിലേക്ക് പോകണമെന്നാണ് ഈ മർദ്ദനമേറ്റവർ പറയുന്നത്. ഈ ഒരു വിഷയത്തിൽ പാർട്ടിയുടെ നിലപാടെന്താണ്? ഗവൺമെന്റ് സ്വീകരിച്ചത് ഉചിതമായ നടപടിയാണ്. തികച്ചും അതുകൊണ്ടാണ് ഞാൻ സർക്കാരിനെ അഭിനന്ദിച്ചത്. കാരണം ഇത്ര വേഗത്തിൽ തന്നെ ഒരു അന്വേഷണം ജില്ലാ പോലീസ് സൂപ്രണ്ട് തന്നെ നേരിട്ട് നടത്തി ആണ് ഈ നടപടി സ്വീകരിച്ചത്. അതോടൊപ്പം തന്നെ ആ പോലീസുകാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസ് രജിസ്റ്റർ ചെയ്തത് കൂടാതെയുള്ള നടപടികൾ തീർച്ചയായിട്ടും നമുക്ക് അനന്തര നടപടികൾ, ആ അനന്തര നടപടികൾ എന്ന് പറയുമ്പം പോലീസിനുള്ളിലെ ക്രിമിനൽ വൽക്കരണത്തെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പോലീസുകാർ ഇത്തരം പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഇതിനോടകം തന്നെ എനിക്ക് തോന്നുന്നു 140-ലധികം പോലീസുകാരെ സർവീസിൽ നിന്ന് തന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെയുള്ള നടപടികൾ, സർക്കാർ നടപടികൾ ഒരു താക്കീതാണ്. അതോടൊപ്പം തന്നെ അനന്തര നടപടികളിലേക്ക് ഗവൺമെന്റ് പോകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ മർദ്ദനമേറ്റ സിത്താരയും ഒപ്പം തന്നെ അവരുടെ ഭർത്താവ് ശ്രീജിത്തും പറയുന്നത് FIR രജിസ്റ്റർ ചെയ്തു, പക്ഷേ FIRൽ പോലീസുകാരുടെ പേര് സൂചിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിനകത്ത് പ്രസക്തിയില്ല. കാരണം FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും തുടരന്വേഷണത്തിൽ ഏതൊക്കെ പോലീസുകാരാണ് പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പോലീസുകാരെയാണ് നടപടിക്ക് വിധേയമാക്കിയിരിക്കുന്നത്. ഇതിനെ തുടർന്നുള്ള അന്വേഷണം മറ്റ് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥന്മാർ നടത്തും. അങ്ങനെ നടത്തുമ്പോൾ ഇതിനകത്ത് വ്യക്തമായിട്ട് ഇനി പുതുതായിട്ട് ആരെങ്കിലും ഉണ്ടോ, ഇവർ 3 പേര് മാത്രമേ ഉള്ളൂ, പുതുതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടെ ഉൾപ്പെടുത്തി മാത്രമേ നമ്മൾ ചാർജ് സ്വാഭാവികമായിട്ടും കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതിനകത്ത് ഒരു സംശയിക്കേണ്ട ആവശ്യം സത്യത്തിലില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇവർക്ക് ഈ മർദ്ദനമേറ്റ സംഭവം അത് ലഘൂകരിക്കാൻ ചില വകുപ്പുകളെങ്കിലും ശ്രമിക്കുന്നു എന്ന് മർദ്ദനമേറ്റവർ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ സിത്താര ഇപ്പോൾ ചികിത്സയിലാണ്. ചികിത്സയിൽ ഉൾപ്പെടെ അവർക്ക് അത്തരമൊരു കാര്യങ്ങൾ തോന്നുന്നു എന്നാണ് സിത്താര തന്നെ ഇന്നിപ്പോൾ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള നടപടികളൊന്നും തന്നെ ഉണ്ടാവില്ല. കാരണം ഇത് ഉന്നതതലത്തിൽ എടുത്തിട്ടുള്ളൊരു തീരുമാനമാണ്. ചികിത്സ സംബന്ധിച്ചുള്ള ഒരു പരാതിയും ഉണ്ടാവാത്ത രൂപത്തിൽ അവിടെ ആരോഗ്യമന്ത്രിയുമായും ആരോഗ്യ വകുപ്പുമായും ബന്ധപ്പെട്ട് ഉള്ള ക്രമീകരണങ്ങൾ അടിയന്തരമായിട്ട് നീക്കും. അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ ഒരു പരാതിക്കും ഇടവരുത്താൻ നമ്മൾ അനുവദിക്കുന്ന പ്രശ്നമില്ല. ഈ ഒരു വിഷയത്തിൽ പോലീസുകാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടിയിലേക്ക് ഇനി വരും മണിക്കൂറുകളിൽ പോകും എന്ന് തന്നെയാണ് CPIM ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.